അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, കോട്ടക്കൽ സ്വദേശികളായ ദമ്പതികളുടെ ഒരു പിഞ്ചുകുഞ്ഞ് മരിച്ച വാർത്ത നമ്മൾ കണ്ടു. വളരെയധികം വേദന തോന്നി, സങ്കടം തോന്നിയ ഒരു വാർത്ത തന്നെയാണ് അത്. നമ്മൾ ഏറ്റവും കൂടുതൽ താലോലിച്ച് നമ്മൾ വളർത്തുന്ന നമ്മുടെ മക്കൾ, അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ആ മാതാപിതാക്കളുടെയും അവസ്ഥ. അവർക്ക് ടെൻഷനാണ്, വേദനകളാണ്. തൻ്റെ മക്കൾ മരിക്കണമെന്ന് വിചാരിച്ച് മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം മക്കളെ നൊന്ത് പ്രസവിച്ച ഉമ്മാക്ക് തൻ്റെ പൊന്നുമക്കളെ ഒന്ന് അടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെടുമ്പോഴോ ആ ഉമ്മയുടെ കണ്ണ് ചിലപ്പോൾ നിറയാറുണ്ട്. അപൂർവങ്ങളിൽ ചില ആളുകൾ കൊല്ലാനും അവരെ അടിക്കാനും ദ്രോഹിക്കാനും മടിക്കാത്തവരുമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് പ്രതീക്ഷകളുമായി വളർത്തുമ്പോൾ ഇന്ന് നമ്മുടെ മക്കൾ നമുക്ക് തണലാണ് എന്നുള്ളൊരു ചിന്തയാണ് ഓരോ മാതാപിതാക്കളുടെയും മനസ്സിനകത്തുള്ളത്. ഭാവിയിൽ എന്നെ നോക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സ്വപ്നങ്ങളെയും കടത്തിവിടാനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് നമ്മൾ സ്നേഹം കൊടുത്തും താലോലിച്ചും നമ്മൾ വളർത്തുകയാണ്. അവർക്ക് പനി വരുമ്പോൾ, അവർക്ക് ജലദോഷം വരുമ്പോൾ, എന്ത് വന്നാലും അത് സ്വന്തം ശരീരത്തിന് വന്നതുപോലെ വേദനിക്കുന്ന മാതാപിതാക്കളാണ്. ആ സമയത്താണ് ഈ വാർത്ത നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ട രൂപത്തിൽ ചികിത്സ കൊടുക്കാതെ മാതാപിതാക്കൾക്ക് അവർക്കെതിരെ അതിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വാർത്ത പുറത്തു വന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മഞ്ഞപ്പിത്തം ബാധിച്ചു. ഒരു വാർത്തയിൽ, ഒരു ന്യൂസിൽ നമ്മൾ കാണാനിടയായി. മഞ്ഞപ്പിത്തം ബാധിച്ചു, കുട്ടിക്ക് വേണ്ട ചികിത്സ കൊടുത്തില്ല. ഈ ഉമ്മ അക്യുപഞ്ചറിസ്റ്റാണ്. ആ ഉമ്മ അക്യുപഞ്ചറിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റുള്ള മെഡിസിൻ രീതികളെ മുഴുവനും അവിടുന്ന് തള്ളിപ്പറയുന്ന, അവിടുന്ന് വേണ്ട രൂപത്തിൽ പരിഗണിക്കാത്ത രൂപത്തിൽ സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാറുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്യുന്നവരാണ്, സംസാരിക്കുന്നവരാണ്, എഴുതുന്നവരാണ് എന്നൊരു മാധ്യമക്കൂട്ടം. എൻ്റെ പ്രിയമുള്ളവരെ, മറുഭാഗത്ത് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് വേണ്ട രൂപത്തിൽ ചികിത്സ അവർ കൊടുക്കാതെ അവരുടേതായിട്ടുള്ള ചികിത്സാ രീതികൾ തേടി എന്ന് പറയുന്നു. മറുഭാഗത്ത് വരുന്ന വാർത്ത വളരെയധികം സങ്കടം. ഉമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിൽ ചെറിയ ക്ഷീണം അനുഭവിച്ചു, അതിനിടയിലാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്ന്. എന്നിരുന്നാലും എങ്ങനെ വാർത്ത വന്നാലും വ്യക്തമായ രീതിയിൽ അതിന് അന്വേഷണം വേണം. ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം, ഇതിൻ്റെ പേരിൽ ഒരിക്കലും മതത്തെ പറയരുത്. പല ആളുകളും പറഞ്ഞു മതയോളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ ഈ വിഷയത്തെ വർഗീകരിച്ച് മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കണ്ടു. ഒരു വിഷയം നമ്മൾ കാണാനിടയായി. വളരെ സങ്കടപ്പെടുത്തുന്ന സംഭവമാണ്. ഏത് മതത്തെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധമായ ഇസ്ലാമിനെ മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഇതൊന്നും ഇസ്ലാമിന് പറ്റൂല, ഇസ്ലാമിന് എന്താ ഇങ്ങനെയൊക്കെ ഒരു നിയമങ്ങൾ, അതൊക്കെ വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, നമ്മളെ പല ആളുകളും ഹജ്ജിന് പോകുന്നവരാണ്. ഹജ്ജിന് പോകണമെങ്കിൽ പല രൂപത്തിലുള്ള കുത്തിവെപ്പുകൾ എടുക്കുന്നുണ്ട്, പല രൂപത്തിലുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ കുത്തിവെപ്പുകളും മറ്റുമൊക്കെ ഇസ്ലാമിൽ അനുവദനീയമല്ല എങ്കിലും എന്തിനാണ് പിന്നെ ആ കുത്തിവെപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്? നമ്മൾ ആവശ്യമുണ്ടോ? അതെല്ലാം വേണ്ട എന്ന് പറയില്ലേ? ഒരിക്കലും ഇസ്ലാം അങ്ങനത്തെ വിഷയങ്ങളിൽ നമ്മോട് അതിനെതിരെ നിൽക്കാൻ വേണ്ടി പറയുന്നില്ല. പല ആളുകളും പറയുന്നത് ആ രൂപത്തിലാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തൂ. ഇസ്ലാമിൻ്റെ പേരിലേക്ക് കൊണ്ടുവരരുത്. ഇതിന് വ്യക്തമായ അന്വേഷണം നടത്തി ഇതിന് വേണ്ട രൂപത്തിലുള്ള ചികിത്സകളും നടപടികളും നിങ്ങൾ എടുക്കുക. എന്നിട്ട് ജനങ്ങൾക്ക് ബോധം വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാം ഇസ്ലാമിൻ്റെ ദേഹത്തേക്ക് കയറി വരുന്ന എന്തിനാണ്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ പ്രസവിച്ച സംഭവം. അതും മതത്തിൻ്റെ പേരിലേക്കാണ് കൊണ്ടുവന്നിട്ടത്. മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ എത്ര ആലിമീങ്ങളാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തന്നെ എത്ര ആലിമീകളാണ്. അവരൊക്കെ കുത്തിവെപ്പെടുക്കാനും അതുപോലെ തന്നെ അവരുടെ മരുമക്കളെ, അവരുടെ മക്കളൊക്കെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു മറ്റുമൊക്കെ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതും പരിശുദ്ധ ഇസ്ലാം എന്താണ് ഇങ്ങനെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണല്ലോ വേണ്ടത്. പിന്നെ പല മാധ്യമങ്ങൾ തന്നെ പല റിപ്പോർട്ടുകൾ ചെയ്യുകയാണ്. ഈ രൂപത്തിൽ മതങ്ങളെ വർഗീകരിക്കുന്ന രൂപത്തിൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. മാധ്യമ നർബത്തിൻ്റെ അപ്പുറം അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ മതങ്ങൾ വെച്ച് ഭിന്നിപ്പും മതങ്ങൾ വെച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മതങ്ങൾ ഇതിനൊന്നും എതിരല്ല. ആ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അല്ലാതെ മതത്തിൻ്റെ പേരിൽ ഈ വിഷയത്തെ അടിച്ചേൽപ്പിക്കരുത്. മതവുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഇതിനെ സംസാരിക്കരുത്. ഒരിക്കലും ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് മതം ഒരിക്കലും തന്നെ നമുക്ക് എതിരല്ല.
എന്താണോ നമ്മുടെ ആരോഗ്യവകുപ്പ്, ആ ആരോഗ്യവകുപ്പ് എന്താണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ, നമ്മുടെ ഭരണകൂടം കൽപ്പിച്ചത് ചെയ്യാൻ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. അത് നമ്മൾ ചെയ്യുകയും വേണം. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.